മുഗൾ സാമ്രാജ്യത്തിൻ്റെ മൂന്നാമത്തെ ചക്രവർത്തിയാണ് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. മഹാനായ അക്ബർ എന്നും അറിയപ്പെടുന്നു. ചക്രവർത്തി ഹുമയൂണിൻ്റെ പുത്രനായിരുന്നു അക്ബർ. തൻ്റെ പിതാവിനെ തുടർന്ന് 1556 മുതൽ 1605 വരെ അദ്ദേഹം സാമ്രാജ്യം ഭരിച്ചു. അക്ബറിന് മുൻപുള്ള ബാബർ, ഹുമയൂൺ എന്നീ ചക്രവർത്തിമാർക്ക് യുദ്ധങ്ങൾ നടത്തി സാമ്രാജ്യം സ്ഥാപിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ സാമ്രാജ്യത്തിൽ ശക്തമായ ഒരു ഭരണക്രമം സ്ഥാപിച്ചത് അക്ബറാണ്. അതുകൊണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ മഹാശില്പി എന്നാണ് അക്ബർ അറിയപ്പെട്ടിരുന്നത്. അക്ബറിൻ്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം അതിൻ്റെ പരമോന്നതിയിലെത്തിയത്. അക്ബറിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഭാംഗവും മിത്രവുമായിരുന്ന അബുൽ ഫസൽ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ചരിത്രമാണ് അക്ബർനാമ. അക്ബറിൻ്റെ കൽപ്പനപ്രകാരമാണ് 3 വാല്യങ്ങളിലുള്ള ഈ ചരിത്രരേഖ ഫസൽ എഴുതിയത്. ഇതിലെ ആദ്യ വാല്യം അക്ബറിൻ്റെ മുൻഗാമികൾ, അവരുടെ ഭരണം, അക്ബറിൻ്റെ ജനനം എന്നിവ വിശദമാക്കുമ്പോൾ രണ്ടാമത്തെ വാല്യം ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അക്ബറുടെ 46ാമത്തെ ഭരണവർഷം, അതായത് 1602 വരെയുള്ള ചരിത്ര സംഭവങ്ങളുടെ സവിസ്തര പ്രതിപാദനമാണ് രണ്ടാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വാല്യമായ ഐൻ-ഇ അക്ബരി മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇതിൽ 16ാം ശതകത്തിലെ മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിക്കുന്ന വിശദമായ സ്ഥിതിവിവരക്കണക്കുകൾ, സേനാ സംവിധാനം, ഭരണക്രമം, സാമൂഹിക സ്ഥിതിഗതികൾ എന്നിവ പ്രതിപാദിച്ചിട്ടുണ്ട്. 1605 ഒക്ടോബർ 12 ഇദ്ദേഹം മരണമടഞ്ഞു.